പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്തോഷത്തിൻ്റെ നല്ല ദിനങ്ങൾ പിന്നെയും നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവം കൊണ്ടുവരുവാനായിട്ട് പോവുകയാണ്. ബ്രദർ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഒരുപക്ഷെ കുറേ വർഷങ്ങളായി എനിക്ക് സന്തോഷം അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതം ഇങ്ങനെയല്ലായിരുന്നു. ഒത്തിരി സന്തോഷിക്കുവാനായിട്ട് കഴിയുമായിരുന്നു. എന്നാൽ ചില കാരണങ്ങളാൽ, ചില പ്രതിസന്ധികൾ കാരണം, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ചില ഭാരമേറിയ വിഷയങ്ങൾ കാരണം സന്തോഷം അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്ന് ഭാരത്തോടെ താങ്കൾ പറയുകയാണ് എങ്കിൽ ഇപ്രകാരം പറയട്ടെ: വേഗത്തിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കടത്തുവാനായിട്ട് പോവുകയാണ്. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ അതുപോലെ തന്നെ പറയട്ടെ, ക്ഷണത്തിൽ, ഇൻസ്റ്റൻ്റായിട്ട്, പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സന്തോഷത്തിലേക്ക് കടക്കുകയില്ല. വേഗത്തിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി തൻ്റെ സഹായഹസ്തമയച്ച്, ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ വച്ച് നിങ്ങളെ സഹായിച്ച് ആ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോകുവാനായിട്ട് പോവുകയാണ്. എ ന്യൂ ഡേ വിത്ത് ജീസസ്, യേശുവിനോടൊപ്പം പുതിയ ദിനം എന്നുള്ള പ്രഭാത വചനധ്യാനത്തിലേക്ക് താങ്കളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ ഇന്ന് പകലിലും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. യഹൂദ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ നാളുകളായിരുന്നു, അല്ലെങ്കിൽ കറുത്ത ദിനങ്ങളായിരുന്നു ആഹാസ് എന്നുള്ള രാജാവ് യഹൂദയെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ അനുഭവിച്ചത്. ഒരുപക്ഷെ യഹൂദർ മറക്കുവാൻ തന്നെ ആഗ്രഹിക്കുന്ന 16 വർഷങ്ങൾ ആഹാസ് എന്നുള്ള രാജാവിൻ്റെ കീഴിൽ അവർ പ്രജകളായി ആ ദേശത്തിൽ വാഴുകയുണ്ടായി. ആഹാസ് ഭരിച്ചിരുന്ന ആ 16 വർഷത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ജനങ്ങൾ വളരെ കഷ്ടത്തിലായി പോയ ദിവസങ്ങൾ. വേദപുസ്തകത്തിൽ 2 ദിനവൃത്താന്തം 28-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു പദമുണ്ട്: ജനങ്ങളെല്ലാം ഞെരുക്കം അനുഭവിച്ച നാളുകൾ. വളരെ പ്രയാസത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ, വളരെ ക്രഷ്ഡായിട്ടുള്ള, പ്രഷർ കുക്കറിനകത്തിരിക്കുന്ന ഒരു ഭക്ഷ്യസാധനം എത്രത്തോളം പ്രഷർ അനുഭവിക്കുമോ പുറത്തേക്ക് പോകുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ അകത്തിരിക്കുമ്പോൾ തന്നെ ഞെരുക്കം അനുഭവിക്കുന്നത് പോലെ യഹൂദ ജനം ആഹാസിൻ്റെ ഭരണത്തിന് കീഴിൽ അങ്ങനെ തന്നെ ആയിരുന്നു. ആഹാസിൻ്റെ പിതാക്കന്മാരായ യോഥാമും യഹോശാഫാത്തും ഉസിയാവും ഒക്കെ കാണിച്ചു കൊടുത്ത മാതൃകയിൽ ആഹാസിന് ആ രാജ്യത്തെ നയിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. പിന്നെയോ 2 ദിനവൃത്താന്തം 28-ാം അധ്യായം അതിൻ്റെ പ്രാരംഭ വചനങ്ങളിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് കഴിയും: താൻ ദൈവത്തിന് വിരോധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനായിരുന്നു. ദൈവത്തിന് പ്രസാദകരമല്ലാത്ത കാര്യങ്ങൾ മാത്രം തിരഞ്ഞു പിടിച്ച് ചെയ്യുന്ന ഒരു രാജാവായിരുന്നു. ആ ദിവസങ്ങളിൽ യഹൂദർ അനുഭവിച്ച കഷ്ടതയെപ്പറ്റി ഒറ്റ അധ്യായത്തിൽ, 2 ദിനവൃത്താന്തം 28-ാമത്തെ അധ്യായത്തിൽ തന്നെ വായിക്കുമ്പോൾ എത്രത്തോളം പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ 16 വർഷത്തിനിടയിൽ മറ്റുള്ള രാജാക്കന്മാരായ അരാം ദേശത്തുള്ള രാജാവും ഫിലിസ്ത്യരും ഇസ്രയേലും ഒക്കെ വന്നു കയറി ഈ ദേശത്തെ മുഴുവനും മുടിച്ചു കളയുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒറ്റയടിക്ക് തന്നെ അരാമ്യരും ഫിലിസ്ത്യരും ഒക്കെ കടന്നു വന്ന് 1,20,000 പരാക്രമശാലികളായ, എന്ന് പറഞ്ഞാൽ യുദ്ധം അഭ്യസിച്ചിട്ടുള്ള, ഏത് പോരാളികൾക്ക് വിരോധമായി പോരാടി നിൽക്കുവാനായിട്ട് ശക്തിയുള്ള 1,20,000 പരാക്രമശാലികളെ കൊന്നൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, ഇസ്രയേലിയർ കടന്നു വന്ന് 2,00,000 പേരെ പിടിച്ചുകൊണ്ടുപോയി, അവരെ ബദ്ധരാക്കി കൊണ്ടുപോയി, അവരെ നശിപ്പിച്ചു കളഞ്ഞു. ആ ദേശത്തുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം മറ്റുള്ള രാജ്യങ്ങൾ കൈവശമാക്കി അവരെ കൊള്ളയിട്ടു. ഒരുപക്ഷെ നിങ്ങൾക്കും പറയുവാനായിട്ടുള്ളത് ഇതുപോലുള്ള ഒരു കഥയായിരിക്കാം. എല്ലാം ഉണ്ടായിരുന്നു, ഒരുപാട് ബലമുണ്ടായിരുന്നു, ഒരുപാട് ആരോഗ്യമുണ്ടായിരുന്നു, ഒരുപാട് വസ്തുവകകളുണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഇന്ന് കൈമോശം വന്നു പോയിരിക്കുന്നു എന്ന് താങ്കൾ ഭാരത്തോടുകൂടെ ആയിരിക്കുകയാണെങ്കിൽ ഇന്ന് പകലിൽ ഈ സന്ദേശത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ഇപ്രകാരം പറയട്ടെ: ദൈവത്തിനായി കാത്തിരിക്കുവാനായിട്ട് തയ്യാറാകുക. ദൈവം ഒരു അത്ഭുതം ചെയ്യുവാനായിട്ട് പോവുകയാണ്. ഇവിടെ ഇതാ യഹൂദർ അനുഭവിച്ചത് ഇതുപോലുള്ളൊരു കഷ്ടതയാണ്. ഏറ്റവും ഞെരുക്കത്തിലൂടെ അവർ കടന്നു പോവുകയാണ്. ഇനി എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് പരിശോധിക്കുവാനായിട്ട് തുടങ്ങാം. സൂചിപ്പിച്ചതുപോലെ ആഹാസ് എന്നുള്ള രാജാവിനെ പറ്റി 2 ദിനവൃത്താന്തം 28-ന്റെ പ്രാരംഭ വചനത്തിൽ ഇങ്ങനെ കാണുകയാണ്: എന്നാൽ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് താൻ ചെയ്തില്ല.
ആഹാസ് ചെയ്ത ഒന്നാമത്തെ തെറ്റ് അവിടെ തന്നെ തുടങ്ങുകയാണ്. താൻ രാജാവായി ആ സ്ഥാനക്കയറ്റം കിട്ടി ആ രാജകീയ പദവിയിലേക്ക് താൻ ഉയർന്നത് മുതൽ താൻ ദൈവത്തിന് പ്രസാദമായത് ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യനായി ആഹാസ് മാറുകയാണ്. തുടർന്ന് അങ്ങോട്ട് താൻ ചെയ്യുന്ന ചില പ്രവൃത്തികൾ നമുക്ക് തന്നെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് തന്നെ വിശ്വസിക്കുവാനായിട്ട് കഴിയാത്ത വിധത്തിലുള്ള പ്രവൃത്തികളാണ് താൻ ചെയ്യുക. തൻ്റെ പിതാക്കന്മാർ ഉപേക്ഷിച്ച് കളഞ്ഞ ബാലിൻ്റെ വിഗ്രഹങ്ങളെ പിന്നെയും താൻ പ്രതിഷ്ഠിക്കുന്നു. മാത്രമല്ല ആ ദേശത്തിൻ്റെ അവസ്ഥ നമ്മുടെ കണ്ണുകൾ തുറന്നൊന്ന് കാണുവാനായിട്ട് കഴിയുകയാണെങ്കിൽ ഇപ്രകാരം പറയട്ടെ, ഒരു വൃക്ഷമുണ്ടെങ്കിൽ അതിൻ്റെ കീഴിൽ താൻ യാഗം കഴിക്കുകയും ചില വിഗ്രഹങ്ങളെ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ആ ദേശം മുഴുവൻ യഹോവയെ ആരാധിച്ചിരുന്ന ആ ദേശം മുഴുവൻ അന്യദൈവങ്ങളെ ആരാധിക്കുവാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ട് അന്യദൈവ ശക്തികൾക്ക് വേണ്ടി തൻ്റെ രാജ്യത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്ന ഒരു രാജാവിനെ ആഹാസിലൂടെ നാം അവിടെ കാണുകയാണ്. മാത്രമല്ല ഈ അധ്യായത്തിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്കുകളിൽ വചനങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 24-25 വചനങ്ങൾ വായിക്കട്ടെ. ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു, യഹോവയുടെ ആലയത്തിൻ്റെ വാതിലുകൾ അടച്ചു കളഞ്ഞ് യെരൂശലേമിൻ്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങൾ ഉണ്ടാക്കി. ആഹാസ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റാണ് നാം അവിടെ കാണുന്നത്. ദൈവാലയം, ദൈവത്തെ ആരാധിക്കേണ്ട ആരാധനാലയം, ദൈവജനങ്ങൾ ഒരുമിച്ച് വരികയും ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുകയും ചെയ്തിരുന്ന ആ ആരാധന സ്ഥലത്തെ ആഹാസ് ഇതാ പൂട്ടുകയാണ്, അടച്ചു പൂട്ടുകയാണ്. ആ ദൈവാലയത്തിനകത്തുള്ള ഉപകരണങ്ങൾ, ഏറ്റവും ശ്രേഷ്ഠമായി ശലോമോൻ്റെ കാലത്ത് പണിയപ്പെട്ട ഈ മനോഹരമായിട്ടുള്ള ആലയത്തിനകത്തുള്ള ഉപകരണങ്ങൾ എടുത്ത് അതിനെ താൻ ഉടച്ചു കളയുകയാണ്. മനഃപൂർവ്വമായി ദൈവത്തിന് വിരോധമായി താൻ നിൽക്കുകയാണ്. ഇങ്ങനെ പറയട്ടെ, ആ ദിവസങ്ങൾ യെരൂശലേമിൻ്റെയും യഹൂദയുടെയും ഒക്കെ കറുത്ത ദിനങ്ങൾ തന്നെയായിരുന്നു. എല്ലാ വെളിച്ചങ്ങളും അസ്തമിക്കപ്പെട്ടു, അണയപ്പെട്ടു. ഒരല്പം പോലും പ്രകാശം കാണുവാനായിട്ട് കഴിയാതെ ഉത്സവത്തിൻ്റെ ലഹരിയിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചിരുന്ന ദൈവജനം ഒരുമിച്ച് കൂടിയിരുന്ന ആരാധനാലയവും ആ കോമ്പൗണ്ടും താൻ അടച്ചു പൂട്ടുകയാണ്. അവിടെയുള്ള വിളക്കുകളെല്ലാം മങ്ങുകയാണ്. ആരാധനാലയം മാത്രമല്ല, അവിടെയുള്ള ജനങ്ങളുടെ ജീവിതവും കൂരിരുട്ടിൽ ആവുകയാണ്. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, എന്നും ദൈവജനം ഇതുപോലുള്ള സാഹചര്യത്തിൽ തുടരുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഇത് തന്നെയാകുന്നു നിങ്ങളോടുള്ള ദൈവിക ദൂത്. എന്നും ഈ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ തുടരുകയില്ല. ഈ തിരി കെടുത്തപ്പെട്ട അവസ്ഥയിൽ, വെളിച്ചം കെടുത്തപ്പെട്ട അവസ്ഥയിൽ, കൂരിരുട്ടിലായ അവസ്ഥയിൽ എന്നും നിങ്ങൾ തുടരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. പുതിയ പ്രകാശത്തിൻ്റെ നാളങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്നാളുകളിൽ തെളിയിക്കുവാനായിട്ട് പോവുകയാണ്. അതിന് ഏറ്റവും നല്ല ഒരു തെളിവാണ് 29-ാം അധ്യായം, 2 ദിനവൃത്താന്തം 29-ാം അധ്യായം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആഹാസിൻ്റെ കാലശേഷം 28-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തോടുകൂടെ ആഹാസ് മരിക്കുകയാണ്. ദീർഘമായ 16 വർഷങ്ങൾ ആ രാജ്യത്തെ ഏറ്റവും ഞെരുക്കത്തിലൂടെ കടത്തിക്കൊണ്ടുപോയ ആഹാസ് എന്നുള്ള രാജാവ് മരിച്ചതിന് ശേഷം തൊട്ടടുത്തതായി ആഹാസിൻ്റെ മകനായ യെഹിസ്കിയാവ് എന്നുള്ള രാജാവായിട്ട് സ്ഥാനക്കയറ്റം ലഭ്യമാവുകയും താൻ രാജാവായി ആ ദേശത്തെ വാഴുവാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. യെഹിസ്കിയാവ് ആഹാസിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് പ്രാരംഭ വചനത്തിൽ തന്നെ അത് തെളിയിക്കപ്പെടുകയാണ്. 2-ാമത്തെ വചനത്തിൽ അവൻ തൻ്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവിടെ തന്നെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ യഹൂദയിൽ വീണ്ടും ആരംഭിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. എപ്പോഴാണോ ജനത്തിൻ്റെ ഉള്ളിലൊരു മാനസാന്തരം ഉണ്ടാകുന്നത്, തകർന്നു കിടക്കുന്ന ഒരു കുടുംബമാകട്ടെ, തകർന്നു കിടക്കുന്ന ഒരു വ്യക്തിയാകട്ടെ, എപ്പോൾ അവരുടെ ജീവിതത്തിലൊരു മാനസാന്തരം ഉണ്ടാകുമോ, ദൈവത്തിന് പ്രസാദകരമായത് മാത്രം ചെയ്യുവാനായിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് അവരുടെ മനോഭാവത്തെ തിരിക്കുമോ, ആ ഇൻസ്റ്റൻറ്റിൽ തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ആരംഭിക്കുകയായി. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇവിടെ ഇതാ ഹിസ്കിയാവ് രാജാവായിട്ട് വാഴുവാനായിട്ട് തുടങ്ങുന്നു. അദ്ദേഹം തൻ്റെ പിതാവായ ആഹാസിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിന്, യഹോവയ്ക്ക് പ്രസാദകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തുടങ്ങുകയാണ്. ആ ദേശത്തിലുള്ള ലേവ്യരെയും പുരോഹിതന്മാരെയും ഒക്കെ താൻ ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം അവർക്ക് 3 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ഒന്ന്, തൻ്റെ പിതാവിൻ്റെ കാലത്ത് അടച്ചു വച്ചിരുന്ന ദൈവാലയത്തിൻ്റെ വാതിലുകൾ തുറക്കണം. 2,
നിങ്ങൾ തന്നെ വിശുദ്ധീകരണം പ്രാപിച്ചതിന് ശേഷം, നിങ്ങൾ തന്നെ സ്വയമായി വിശുദ്ധീകരണം ഏറ്റെടുത്തതിന് ശേഷം ദൈവാലയത്തിനകത്ത് വിശുദ്ധിയോടെ കടക്കുകയും ദൈവാലയത്തിനകം വിശുദ്ധീകരിക്കുകയും ചെയ്യണം. 3, ആരാധനയെ പുനഃസ്ഥാപിക്കണം. കഴിഞ്ഞ 16 വർഷങ്ങളായി ഈ 3 കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു എങ്കിൽ ഈ 3 കാര്യങ്ങളെ തുറക്കുവാനും വിശുദ്ധീകരിക്കുവാനും ആരാധന പുനഃസ്ഥാപിക്കുവാനുമായിട്ട് യെഹിസ്കിയാവ് ഉത്തരവിടുകയാണ്. തുടർന്ന് നാം കാണുന്നത് വളരെ വേഗത്തിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. തുടർന്നുള്ള 16 ദിവസത്തിനകം വലിയ വലിയ കാര്യങ്ങൾ ആ ദേശത്ത് സംഭവിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 29-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വചനങ്ങൾ വായിക്കട്ടെ. 1-ാം മാസം 1-ാം തീയതി അവർ വിശുദ്ധീകരിപ്പാൻ തുടങ്ങി. 8-ാം തീയതി അവർ യഹോവയുടെ മണ്ഡപത്തിങ്കലെത്തി. ഇങ്ങനെ അവർ 8 ദിവസം കൊണ്ട് യഹോവയുടെ ആലയം വിശുദ്ധീകരിച്ചു. 1-ാം മാസം 16-ാം തീയതി തീർത്തു. വെറും 16 ദിവസങ്ങൾ കൊണ്ട് 16 വർഷമായി ആഹാസ് അടച്ചു വച്ചിരുന്ന, തകർന്നു കിടന്ന ചിലതിനെ 16 ദിവസങ്ങൾ കൊണ്ട് യെഹിസ്കിയാവിൻ്റെ കാലത്ത് പണിത് ഉയർത്തുകയാണ്. 16 വർഷം തകർന്നു കിടന്നത് 16 ദിവസം കൊണ്ട് പണിതുയർത്തുവാൻ യെഹിസ്കിയാവിന് കഴിയുകയാണ്. യെഹിസ്കിയാവിനോട് ചോദിച്ചാൽ, യെഹിസ്കിയാവേ, എങ്ങനെ ഇതൊക്കെ സാധിച്ചു, എങ്ങനെ ഇത് ചെയ്യുവാനായിട്ട് കഴിഞ്ഞു എന്ന് യെഹിസ്കിയാവിനോട് ചോദിച്ചാൽ യെഹിസ്കിയാവ് പറയും, ദൈവത്തിൻ്റെ കൈ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെ നിനക്ക് ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തി അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ യെഹിസ്കിയാവ് പറയും, ഞാൻ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത് ചെയ്തതുകൊണ്ട് ദൈവം തൻ്റെ കൈ എൻ്റെ മേൽ നിന്ന് എടുക്കാതെ എന്നോടൊപ്പം വെച്ചുകൊണ്ട് എൻ്റെ എല്ലാ കാര്യത്തിനും എന്നോടുകൂടെ ഇരുന്നു. തുടർന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും, വെറും 16 ദിവസങ്ങൾ കൊണ്ട് തകർന്നു കിടന്നതിനെ പുതുക്കി പണിതതിന് ശേഷം ഉപകരണങ്ങളെല്ലാം അതേ സ്ഥാനത്ത് കൊണ്ടുവച്ചു. യാഗപീഠങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ആ ദൈവാലയത്തിൻ്റെ കോമ്പൗണ്ട് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തു. തുടർന്ന് നാം കാണുന്നത് മങ്ങിക്കെട്ടുപോയിരുന്ന വിളക്കുകൾ കത്തിക്കപ്പെടുകയാണ്, അത് ജ്വലിക്കപ്പെടുകയാണ്, അതിലേക്ക് തീ പകരപ്പെടുകയാണ്. യാഗങ്ങൾ കഴിക്കത്തക്ക വിധത്തിൽ ഹോമയാഗ പീഠങ്ങൾ പണിതുയർത്തപ്പെടുകയാണ്. അവിടെ വീണ്ടും അണഞ്ഞുകിടന്ന ആ ദേശം വീണ്ടും പ്രകാശമുള്ള ഒരു ദേശമായി മാറ്റപ്പെട്ടു. സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ അവിടെ പിന്നെയും കടന്നു വരികയാണ്. തുടർന്നുള്ള വചനങ്ങൾ 18 മുതലുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ യെഹിസ്കിയാവ് വളരെ ഉത്സാഹത്തോടുകൂടെ ജനങ്ങളെല്ലാം പിന്നെയും ഒരുമിച്ച് കൂട്ടുകയും അവർ പെസഹ ആചരിക്കുവാനായിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയും ആ ദൈവാലയത്തെ പിന്നെയും പുനഃപ്രതിഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ഈ അധ്യായം തുടർന്നങ്ങോട്ട് ഉത്സവത്തിൻ്റെ അധ്യായം തന്നെയാണ്. ഒരുമിച്ച് ജനങ്ങൾ കൂടി വരുന്നു, ദൈവത്തെ ആരാധിക്കുന്നു. കാഹളങ്ങളോടും വാദ്യങ്ങളോടും കൂടെ നൃത്തം ചെയ്തൊക്കെ ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ എവിടെയോ നഷ്ടമായി കിടന്നിരുന്ന ദാവീദിൻ്റെ കാലത്തും ശലോമോൻ്റെ കാലത്തുമൊക്കെ ഇതുപോലെ സംഭവിച്ചിരുന്നുവെങ്കിലും പിന്നത്തേതിൽ പല രാജാക്കന്മാരും ഇതിനെ മുടിക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടുക്കുവാൻ അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകട്ടെ. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വചനം 29-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വചനം, ദൈവം ജനത്തിന് ഒരുക്കിക്കൊടുത്തതിൽ യെഹിസ്കിയാവും സകല ജനവും സന്തോഷിച്ചു. നോക്കുക, സകല ജനവും സന്തോഷിച്ചു. കാര്യം ക്ഷണത്തിലല്ലോ നടന്നത്. 2 കാര്യങ്ങൾ പ്രാരംഭത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ നഷ്ടമായിരുന്ന സന്തോഷം സകല ജനവും, ഏറ്റവും കൊച്ചു കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള വൃദ്ധരായ മനുഷ്യർ വരെ സന്തോഷിക്കത്തക്ക വിധത്തിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ അവരുടെ മുമ്പിലേക്ക് ദൈവം കൊണ്ടുവന്നു. മാത്രമല്ല പടിപടിയായിട്ടല്ല സന്തോഷമുണ്ടായത്, ക്ഷണത്തിൽ വെറും 16 ദിവസങ്ങൾ കൊണ്ട് 16 ദിവസത്തെ തകർച്ചയെ പണിതെടുത്തുകൊണ്ട് ദൈവം ആ സന്തോഷത്തെ പുനഃസ്ഥാപിക്കുകയാണ്. ഇത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാനായിട്ട് പോവുകയാണ് എന്ന് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ഇന്ന് പകലിൽ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഒരുപാട് മനസ്സിൽ ഉത്സാഹം തോന്നിയത് കൊണ്ട് നിങ്ങളെ ഉത്സാഹിപ്പിക്കട്ടെ. എവിടെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ആരാധനകൾ മുടങ്ങിക്കിടക്കുന്നത്, ഇതിന് തൊട്ട് മുൻപിലത്തെ വചനത്തിൽ ഈ 35-ാമത്തെ വചനത്തിൽ ഇങ്ങനെ കാണുന്നു, ഇങ്ങനെ യഹോവയുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്തായി. എന്ത് തകർച്ചയിലൂടെ കടന്നുപോയാലും ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത് മാത്രം ചെയ്ത് ആരാധന പുനഃസ്ഥാപിക്കുവാനായിട്ട് നിങ്ങൾ എപ്പോൾ തുടങ്ങുമോ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായ സന്തോഷം മടങ്ങി വരും. കാര്യങ്ങൾ വേഗത്തിൽ ക്ഷണത്തിൽ നടക്കുക തന്നെ ചെയ്യും. ഇന്ന് പകലിൽ
നഷ്ടമായതിനെ മടക്കിത്തരുന്ന ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് പ്രസാദകരമായിട്ടുള്ളത് മാത്രം ചെയ്ത് ജീവിക്കുവാനായിട്ട് തയ്യാറാക്കുക. സന്തോഷം ദൈവം മടക്കിത്തരും. ആമേൻ. ഗോഡ് ബ്ലസ് യു.